السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود بالقارعة وأما ثمود أهلكوا بالطاغية. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ ഏറ്റവും അവസാനത്തിലേക്ക് കാണപ്പെടുന്നതായിട്ട് കാണുന്നൊരു സൂറത്താണ് പരിശുദ്ധമാക്കപ്പെട്ട അൽ ഹാഖ സൂറ. എന്താണ് അൽ ഹാഖ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥ സംഭവം. ഒരു മരണശേഷം യഥാർത്ഥ സംഭവം വരാനുണ്ടെന്ന് അറിയിക്കുന്ന ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെയുള്ള മറ്റു മതവിശ്വാസികൾ ഒരു മരണശേഷം എങ്ങനെയാണ് ഒരു പുതുജീവിതം ഉണ്ടാകുന്നത്, ഒരു മരണശേഷം എങ്ങനെയാണ് ഒരു വ്യക്തിയെ അവർക്ക് തിരിച്ച് ജീവൻ നൽകുന്നത്, അതൊക്കെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണോ എന്നൊക്കെ കുറിച്ച് പറയുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ അൽ ഹാഖ യഥാർത്ഥ സംഭവം എന്ന പേര് വെക്കാൻ കാരണം. ലോകപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഖൈഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിക്കാൻ വേണ്ടിയും ദ്രോഹിക്കാൻ വേണ്ടിയും വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലായിരുന്ന സമയം, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാത്ത സമയത്താണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹാഖ സൂറത്തിലെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരു കാവ്യവചനമാണ്. അദ്ദേഹം മുമ്പുണ്ടായിരുന്ന എല്ലാ സത്യനിഷേധികളും പറഞ്ഞതിന്റെ അടിസ്ഥാനമാക്കി ഇതൊരു കവിവചനമായിട്ട് മാത്രമാണ് സാധിക്കുന്നത്. വീണ്ടും നബി തങ്ങൾ നിസ്കാരത്തിലായിരിക്കെ ഒരു അടുത്ത ആയത്തും കൂടി ഓതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് കവിവചനമല്ല, ഇത് ഒരു ജോൽസിന്റെ ഒരു വാക്കാണെന്ന് പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആയത്ത് ഓതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ജോൽസിന്റെ വാക്കല്ല, അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഇറക്കപ്പെട്ട ഹബീബായ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഒരു വാക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം അതേ മൂന്നാമതായിട്ട് മനസ്സിലാക്കാൻ ഉറപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലായിരിക്കും അദ്ദേഹം മൂന്നാമതായിട്ട് ആ ഓത്ത് കേട്ടപ്പോൾ ഇത് ജോൽസിന്റെ വാക്കുമല്ല, കവിവചനം എന്നില്ല പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചു വരികയാണ്. ആ സമയത്ത് അദ്ദേഹം അത് ആയത്ത് കേട്ടുകൊണ്ട് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം മുസ്ലിമാകാതെ തിരിച്ചു വന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം നബി തങ്ങളെ തലയറുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയം അവിടുന്ന് വഴിയരികെ ഒരു വ്യക്തി ചോദിച്ചു, അല്ലയോ ഉമർ, എവിടേക്കാണ് ഇത്ര ധൃതി പിടിച്ചു പോകുന്നത് പറഞ്ഞപ്പോൾ ഞാൻ മുഹമ്മദിനെ വധിക്കാനാണ് പോകുന്നത് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിന്റെ കുടുംബത്തിലെ ചില വ്യക്തിത്വങ്ങൾ അവിടുന്ന് ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്, ആദ്യം അവരെ നന്നാക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി അവിടുന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മറ്റും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വ്യക്തികളെ നന്നാക്കാൻ തിരിച്ച് ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്ന് എതിരാക്കാൻ വേണ്ടി അദ്ദേഹം തിരിക്കുകയാണ്. ആ സമയത്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ ഭർത്താവും ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. ആരാണ് ഓതി കൊടുക്കുന്നത്? തബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഫാത്തിമ ബീക്കും അദ്ദേഹത്തിന്റെ ഭർത്താവിന് ഓതി കൊടുക്കുന്ന സമയമാണ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടുന്ന് ഈ സൂറത്തുള്ള ആയത്തുകൾ ഓതി കേൾക്കുന്ന സമയം പെട്ടെന്ന് ഉമർ എന്ന വ്യക്തി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, വലിയ വാശിയോടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എടുത്തു വെച്ചതെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വൃത്തിയില്ലാത്തവർ ശുദ്ധിയില്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അദ്ദേഹം കുളിച്ചുകൊണ്ട് വൃത്തിയായിക്കൊണ്ട് ശുദ്ധിയായിട്ട് വന്ന ശേഷം അദ്ദേഹത്തിന് ഒരു സത്യവാങ്മൂലം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു സൂറത്തുൽ ത്വാഹയിലെ ആയത്തുകൾ അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്തത്. അങ്ങനെ കേട്ടപ്പോൾ തബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ മുഹമ്മദിന്റെ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കണം. അവിടുന്ന് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത് നിയോഗിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നബി തങ്ങളിലേക്ക് അടുത്ത് പോയി അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അതിന് വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ സൂറത്തിൽ ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സൂറത്തുൽ ഹാഖയിൽ ആദ്യത്തെ ആയത്ത് കേട്ടപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിൽ എന്തോ ഒരു കാര്യം തടഞ്ഞതുപോലെ. ആ സമയത്താണ് അദ്ദേഹം മറ്റു ഇസ്ലാമിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. യഥാർത്ഥ സംഭവമാണ് ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ ഈ മരണശേഷം ഒരു വിജയമില്ല, മരണശേഷം ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ ബിഗ് ബാങ് വേറെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ജീവിതം തുടങ്ങിയിട്ട് ഈ കാലത്തേക്ക് ജീവിക്കുന്ന കാലം അവസാനമുണ്ടെന്നും അതിനുശേഷം ഒരു പുനർജന്മം ഉണ്ടെന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാനാവുന്നവർക്ക് ഇത് വളരെ ഒരു വിജയം തന്നെയായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.